ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മമോസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ കാണിക്കാം. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. കൂടെ ക്യാബേജും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഓക്കെ കണ്ടോ ഇതുമാതിരി ചെറുതായി. എന്നിട്ട് നമ്മൾ തക്കാളി ഒന്ന് സ്മാഷ് ചെയ്ത് ഭയങ്കര ഉടച്ചെടുക്കുക. പിന്നെ നമ്മളതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഡോ സെറ്റാക്കിയതിൻ്റെ ഉള്ളിൽ ഈ സംഭവം എന്താ വെജിറ്റബിൾസ് ഫുൾ ആഡ് ചെയ്തത് നമ്മളും കൂടി ഇവിടെ ഫുൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഡോയിൻ്റെ ഉള്ളിൽ ഈ ഗാർലിക്കിൻ്റെ ഷേപ്പിൽ വരും. നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത് 9 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത്ര ഒരു ഡോ ഉണ്ട്. 250 ml ഉണ്ടാക്കിയേക്കുന്ന കപ്പിൽ ഇത്രയാണ് കിട്ടുന്നത്. കൂടെ പൊന്നൂസേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മളിത് വേവിച്ച് ടൂത്ത്പിക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് കൊടുത്താലൊന്ന് സംഭവം സെറ്റായി കിട്ടും. നമുക്ക് എന്താണെന്നറിയാനായിട്ട് അത് നമ്മളിത് ബീനാമ ഫുൾ സെറ്റാക്കി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണ് കേട്ടോ. കാരണം ഇഡ്ഡലിത്തട്ടിലും ചൂടാണ്, ഞങ്ങൾക്ക് പേടിയാണ്. സോ ബീനാമ ഫുൾ ഹെൽപ്പ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഇത് നമ്മുടെ സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് ചായ കൂട്ടി വൈകുന്നേര സമയത്ത് കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. കണ്ടോ ചായയൊക്കെ സൂപ്പർ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇവിടെ സൂപ്പറായി നമ്മളിനി ഫാമിലിയോടൊപ്പം സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഡിഷ്. കണ്ടോ സൂപ്പറായില്ലേ? ആ ദിവസം അങ്ങനെ വൈകുന്നേരം സെറ്റ് ആയിട്ടുണ്ട്.